ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അധ്യക്ഷവേദിയിലുള്ള ആദരണീയ സുഹൃത്തുക്കൾ, മഹത്തുക്കൾ, ഈ ചെറിയ ഈ പ്രോഗ്രാമിന് സാന്നിധ്യം വഴി ധന്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ ഇവിടെ സന്നിഹിതരായ എല്ലാ സഹോദരി സഹോദരന്മാരും, ഞാൻ ഏതാണ്ട് എല്ലാവരെയും തന്നെ അറിയും, പേരെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ ഈ സാന്നിധ്യം, നമ്മൾ ചെലവഴിക്കുന്ന ഈ സമയം അള്ളാഹു നമുക്കൊരനുഗ്രഹമായി നിലനിർത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു ലളിതമായൊരു കാര്യമാണ് ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വിഷയം. പിന്നെ ഈ സാഹചര്യമായതുകൊണ്ട് വളരെ എളുപ്പം ഈ പരിപാടി അവസാനിക്കുകയും ചെയ്യും. നമ്മളൊരു ആറ്റി കുറുക്കി അതിൻ്റെ സത്ത മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നു. കർമ്മശാസ്ത്ര സരണികൾ മുസ്ലിം ലോകത്തിന് വലിയ മാതൃകയാണ്. നമ്മുടെ ഒരു പ്രകൃതിപരമായ സ്വഭാവം തർക്കിക്കുക, ഭിന്നിക്കുക. ആ ഭിന്നതകളെ താലോലിക്കുകയും അതിൻ്റെ മഹത്വം പ്രചരിപ്പിക്കുകയും എതിർചേരികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ശ്രമമാണ് ലോക മുസ്ലിംകളുടെ സ്വഭാവം. അത് നമ്മളുടെ 4 പേരുടെ കാര്യമല്ല ഞാനീ പറയുക. ആ മേഖലയിൽ അറിവിൻ്റെ വികാസം സിദ്ധിച്ച, അല്ലെങ്കിൽ അറിവിൻ്റെ ലോകത്ത് ഒട്ടനവധി പരിജ്ഞാനങ്ങൾ നേടിയ മഹത്തുക്കൾ നമ്മുടെ പൂർവികരാണ്. അവർ വൈവിധ്യം നിറഞ്ഞ ആശയങ്ങളെ ഉൾക്കൊള്ളുമ്പോഴും വിപരീത അഭിപ്രായത്തെയും ആശയങ്ങളെയും സ്വീകരിക്കുക മാത്രമല്ല, ആദരിക്കുക കൂടി ചെയ്തിരുന്നു. ഞാൻ അതിൻ്റെ ഒരു തുടക്കം പറഞ്ഞാൽ, ഇമാമുൽ ആലം അബൂ ഹനീഫ അലൈഹിർ റഹ്മ ലോകത്ത് ഫിഖ്ഹി മേഖലയിൽ, കർമ്മശാസ്ത്ര മേഖലയിൽ അതിൻ്റെ അടിത്തറ പാകിയത് അദ്ദേഹമാണ്. അദ്ദേഹം ഒന്നാമത്തെ മദ്ഹബിൻ്റെ ഇമാമും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ആകെ ഒരു 36 ഹദീസുകളുടെ സമാഹാരമാണ് അദ്ദേഹത്തിൻ്റെ മുസ്നദ്. പക്ഷെ ഇന്നും അത് വലിയ നിത്യപ്രസക്തമാണ്. അബൂ ഹനീഫ അലൈഹിർ റഹ്മയുടെ മുസ്നദ്. അദ്ദേഹം പറഞ്ഞൊരു വാചകത്തിൽ ആരംഭിക്കുകയാണ്: ലൗല സനത്താനി ലഹലക്കൻ നുഅ്മാൻ. ആ 2 വർഷം എനിക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നുഅ്മാൻ ഇബ്നു ബഷീർ അബൂ ഹനീഫ അൽ കൂഫി എന്ന ഞാൻ അപ്രസക്തമായി പോയേനെ, ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. ആ 2 കൊല്ലം എന്ന് പറയുന്നത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഉന്നത നേതൃത്വമാണ് അബൂ ഹനീഫ അലൈഹിർ റഹ്മയ്ക്കുള്ളത്. അതിൻ്റെ ഏതാണ്ട് ഫിഖ്ഹിൻ്റെ ഫൗണ്ടർ കൂടിയാണ്. 2 വർഷം എന്ന് പറഞ്ഞത് നേരെ എതിർദിശയിലുള്ള ഷിയ വിഭാഗമാണ്. അതിൽ 12 ഇമാമുകളെയാണ് അവർ അംഗീകരിക്കുക. അതിൽ മുഹമ്മദ് എന്നു പേരുള്ള ഇമാമിൻ്റെ കാലത്താണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി 2 കൊല്ലം അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ കിട്ടി. ആ ഗുരുനാഥനില്ലായിരുന്നെങ്കിൽ ഞാനില്ല. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. അതൊരു വല്ലാത്ത കാഴ്ചപ്പാടാണ്. നമ്മുടെ ഫിഖ്ഹിൽ, നമ്മുടെ തന്നെ നിലവിൽ ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി, ഇങ്ങനെ 4 പ്രമുഖ മദ്ഹബിൻ്റെ അനുയായികളാണ് ലോകത്തുള്ളത്. അവർക്കിടയിൽ പോലും എത്രയോ വലിയ അകൽച്ചകളുണ്ട്. അതിനിടയിലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അബൂ ഹനീഫ അലൈഹിർ റഹ്മ അദ്ദേഹം വലിയ ഖുർആൻ പണ്ഡിതനായിരുന്നു. അന്ന് ലഭ്യമാകുന്ന ഹദീസുകൾ വിരളാണ്. വളരെ പ്രയാസ. നബിയിൽ നിന്ന് കേട്ടവരും അവരെ കണ്ടവരെയൊക്കെ. ഹിജറ 150 ആകുമ്പോൾ അദ്ദേഹം മരിക്കുകയാണ്, 1.5 നൂറ്റാണ്ട്.
അപ്പോൾ റസൂലുള്ളാഹിയുടെ വഫാത്ത് കഴിഞ്ഞിട്ട് 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഇമാമുൽ ആദം മരണപ്പെടുന്നത്. അപ്പോൾ ലഭ്യമാകുന്ന ഹദീസുകളുടെ എണ്ണം കുറവാണ്. പിന്നീട് കുറച്ചുകൂടി യാത്രാ സൗകര്യങ്ങളും ആളുകൾ മിങ്കിള് ചെയ്ത് ജീവിക്കാൻ തുടങ്ങുകയും പല രാജ്യവുമായിട്ടുള്ള വ്യാപാര ബന്ധം വികസിതമാവുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് കൂടുതൽ ഹദീസുകൾ ശേഖരിക്കാനൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഇമാമുൽ ആലം അബൂ ഹനീഫ അലൈഹി റഹ്മ നേരെ എതിർ ദിശയിൽ അഹ്ലുസുന്നയുടെ അടിസ്ഥാനം ഖുർആനും ഹദീസുമാണ്. ഷിയ വിഭാഗത്തിൻ്റെയും അടിസ്ഥാനം ഖുർആനും ഹദീസുമാണ്. പക്ഷെ നമ്മൾ പറയുന്ന ഒരു ഹദീസ് ഗ്രന്ഥവും അവർ അംഗീകരിക്കില്ല. നമ്മൾ ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, പിന്നെ കുറേ മുസനദുകൾ, സുനനുകൾ, ജാമിയകൾ, ഇതൊക്കെയാണുള്ളത് നമ്മുടെ അഖീദയിലുള്ളത്. ഇതൊന്നും ഷിയ വിഭാഗം അംഗീകരിക്കില്ല. അവർ ഖുർആൻ അംഗീകരിക്കുന്നു. അവരുടേതായ ഹദീസ് ഗ്രന്ഥങ്ങൾ കുറേയധികമുണ്ട്. നമുക്ക് എപ്രകാരം ബുഖാരി ഒരു വലിയ സ്ഥാനത്താണോ അങ്ങനെ കാണുന്ന, അപ്പം തികച്ചും വ്യത്യസ്തമായ സരണി സ്വീകരിച്ചിട്ടുള്ള പണ്ഡിതർ, അതാണ് നമ്മൾ കാണുന്നത്. തികച്ചും വ്യത്യസ്തമാണ്. പക്ഷേ ആ ഭിന്നത സമൂഹത്തിൻ്റെ ഭിന്നതയായി മാറാൻ അവരാഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഇമാമുൽ ആലം ശിഷ്യനായി അദ്ദേഹത്തോടൊപ്പം വരുന്നതും ജീവിക്കുന്നതും. 2, ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തൊരു പ്രാഥമിക പഠനത്തിൽ മനസ്സിലാകുന്നതുണ്ട്. ഇമാം ഷാഫി അലൈഹി റഹ്മ, അദ്ദേഹം ഒറിജിനല് മിസ്റുകാരനാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ആണ് മക്കയിൽ വരുന്നത്. അപ്പോൾ ഉമ്മയും ഒത്താണ് വരിക. വാപ്പ മരണപ്പെട്ടിരുന്നു. ഏതാണ്ട് 5ഓ 6ഓ വയസ്സുള്ളപ്പോൾ ഖുർആൻ മനപ്പാടാക്കി. അത്ര ഗ്രാസ്പിംഗ് പവറായിരുന്നു അദ്ദേഹത്തിന്. അത് പറയാൻ കഴിയില്ല. ഒരു പ്രാവശ്യം കേട്ടാൽ മതി. ഇന്ന് ഫേസ്ബുക്കിൽ 5 വയസ്സുള്ള ഒരു കുട്ടി, UKGയിൽ പഠിക്കുന്ന കുട്ടി, 6 ഭാഷകളിൽ ക്ലാസിക് പാട്ടുകൾ അടക്കം, ഗാനങ്ങളടക്കം 6 ഭാഷകളിൽ വളരെ ഭംഗിയായിട്ട് പാട്ട് പാടുന്നു. എൻ്റെ കഴിവ് നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ ഓരോരുത്തർ ഒരുപാടുണ്ട്. ഖുർആനുമായി ബന്ധപ്പെട്ട് പൂർവികരെല്ലാം 5, 6, 7 വയസ്സിന് മുൻപ് ഹിഫ്ള് പൂർത്തിയാവും. നമുക്കിവിടെ 15 വയസ്സായാലും 10 വയസ്സാകണില്ല. അപ്പോൾ വളരെ കഴിവാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഓർമ്മശക്തി. അപ്പോൾ ഖുർആൻ പഠിച്ചതിന് ശേഷം ഇമാം ഷാഫി അലൈഹി റഹ്മ മസ്ജിദുൽ ഹറമിലാണ് പഠനം തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരുക്കളൊക്കെ ഈജിപ്തിലുള്ള കുറേ പണ്ഡിതന്മാരാണ്, ഈ ചെറിയ പ്രായത്തിലുള്ള. അത് കഴിഞ്ഞിട്ടാണ് മക്കയിലുള്ള പഠനമുള്ളത്. അത് വളരെ പ്രമുഖരുണ്ട്, സാധാരണക്കാരായ പണ്ഡിതരുടെയും ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഇരുന്ന് പഠിക്കാം. ഇദ്ദേഹത്തിൻ്റെ കഴിവും അന്വേഷണ ത്വരയും മനസ്സിലാക്കിയിട്ട് മക്ക ഗവർണർ ഒരു ശുപാർശ കത്ത് കൊടുക്കും. ഈ കുട്ടിയെ നിങ്ങളുടെ ക്ലാസ്സിൽ എടുക്കണം. എവിടെ? മദീനയിൽ. ഇമാമു ദാറുൽ ഹിജ്റ എന്ന പേരിൽ ഒരു ഇമാമേ മുസ്ലിം ലോകത്തിനുള്ളൂ. അത് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേര് ഇമാമു ദാറുൽ ഹിജ്റ എന്നാണ്. അത് ഹദീസ് പണ്ഡിതർക്കേ മനസ്സിലാവുള്ളൂ ആ കഥ. അപ്പോൾ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ക്ലാസ് മദീന പള്ളിയിലുണ്ട്. റൗളയിലാണ് ആ ക്ലാസ് നടക്കുക. അപ്പോൾ അതിലാർക്കും അങ്ങനെ പ്രവേശിക്കാനൊന്നും കഴിയില്ല. അതിനാണ് ഈ ഇമാം ഷാഫിക്ക് മക്ക ഗവർണർ അക്കാലത്തെ ശുപാർശ കത്ത് കൊടുത്തുള്ളൂ. നിങ്ങളതിൻ്റെ രീതി മനസ്സിലാക്കണം. അങ്ങനെ ഇമാം ഷാഫി അവിടെ എത്തും. അപ്പോൾ ഒരു വൈകുന്നേര സമയത്ത് എത്തി. ഈ കത്ത് അദ്ദേഹത്തിൻ്റെ വീട് തൊട്ടടുത്താണ്. ആ വീട്ടിൽ ഏൽപ്പിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ, സലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വന്നതൊരു പരിചാരികയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ ആരെയും സ്വീകരിക്കില്ല, നിങ്ങൾ നാളെ വന്ന് കണ്ടാൽ മതി പകൽ. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പോലെ ഗവർണറുടെ കത്താണ്. അപ്പോൾ ആ കത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കുട്ടി അകത്ത് കൊണ്ടുപോയി കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്നു. വലിയ ചെറിയ സംഭാഷണങ്ങളിലായി. അപ്പോൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ലോകത്താദ്യമായി രചിച്ചത് ഹദീസ് മേഖലയിൽ മാലിക്കി ഇമാമിൻ്റെ മുവത്ത എന്നറിയപ്പെടുന്ന ഹദീസ് സമാഹാര ഗ്രന്ഥമാണ്.
അത് വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് പറയാമോ എന്ന് ചോദിക്കും. അത് മുഴുവനും ഇദ്ദേഹത്തിൻ്റെ മനപ്പാടാണ്. അപ്പം ഞെട്ടിത്തെറിച്ചു പോയി. ഇമാം മാലിക് ഇത് ചെറിയൊരു കുട്ടിയാണ്, കൂടിയ 15 വയസ്സപ്പോഴ്. അപ്പോൾ ഇമാം മാലിക്കിൻ്റെ മുഖത്ത് അദ്ദേഹത്തിൻ്റെ മുൻപിൽ മനപ്പാടം മുഴുവനും അറിയാം. അതിങ്ങനെ ഏതും പറയുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പം വലിയ സന്തോഷമായി ആ കുട്ടിയെ ക്ലാസ്സിലിരുത്തി. അങ്ങനെ 2 വർഷം അവിടെ പഠിച്ചു. ഇനിയാണ് അതിൻ്റെ വേറൊരു മാറ്റം വരുന്നത്. ഉസ്താദിൻ്റെ അഥവാ ഈ ഗുരുവര്യൻ്റെ പല അഭിപ്രായത്തോടും ഇമാം ഷാഫി എതിരായിരുന്നു. അത് നേർക്കുവരെ പറയും, തെളിവുകൾ സമർപ്പിക്കും, സംവാദങ്ങൾ നടത്തും അവരുടെ ഇടയിൽ. വലിയ സന്തോഷമാണ് കേട്ടോ അതൊക്കെ. നമ്മളിപ്പോൾ നടത്തുന്നതൊക്കെ പ്രഹസനങ്ങളാണ്. അതൊക്കെ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇമാം ഷാഫി അലൈഹി റഹ്മ മദീന വിട്ടിട്ട് ഈജിപ്തിലേക്ക് പോകാൻ പോവാണ്. അപ്പം മദീനയുടെ അതിർത്തി വരെ ഗുരുവര്യൻ ഇദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തു. ഒരു ശിഷ്യനെ യാത്രയാക്കണമാണ് കേട്ടോ. യാത്രാ ചെലവ് മുഴുവൻ ഗുരുവര്യൻ നൽകി. നമ്മളത് ആലോചിച്ച് നോക്കിയേ. അപ്പം വ്യക്തമായ ഭിന്ന ആശയങ്ങൾ 2 പേരിലും ഉണ്ടത് 2 പേർക്കും അറിയാം. മാലിക്കി മദ്ഹബിലുള്ള എത്രയോ മസ്അലകൾക്കെതിരാണ് ഇമാം ഷാഫി. അദ്ദേഹം ഇത്രയും ഊഷ്മളമായ അംഗീകാരമുള്ള മദീനയിലെ പഠനം ഒഴിവാക്കിയിട്ട് ഈജിപ്തിലേക്ക് തന്നെ 2ാമത് പോകുന്നത്, നമുക്കൊന്നും വലിയ പഠനമില്ലാത്ത ഒരാളുണ്ട്, നഫീസത്തുൽ മിസ്രിയ്യ അലൈഹി റഹ്മയാണ്. നമ്മൾ നല്ല ആരും അങ്ങനെ പറയാറില്ല അത്. കാരണം അപ്പോൾ സ്ത്രീകൾക്ക് സ്ഥാനം വരുമല്ലോ. അപ്പോൾ അവരുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇതിനേക്കാൾ വലുതാണ് അതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അത് ഇമാം ഷാഫിയെ നേർക്ക് നേരെ ഇങ്ങനെ വിമർശിക്കുകയാണ്. വിദായയിൽ അതൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് പലതും. കം ആഹദത്ത സുമ്മ നഖലത്ത അഹ്ദ വ അൻത ലികുല്ലി മഅറൂഫിൻ നസീത. നീ എത്ര പ്രാവശ്യം എന്നോട് വാക്ക് പറഞ്ഞു, എന്നിട്ട് വാക്ക് ലംഘിച്ചു, എന്നിട്ട് നീ വീണ്ടും ഒഴിവൊഴിവ് പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാടിക്കാനിട്ട്. അത്ര അപാര പണ്ഡിതയായിരുന്നു അവർ. അപ്പോൾ ആ ശിഷ്യത്വം അദ്ദേഹത്തിന് വലിയ മാറ്റം വരുത്തി. വീണ്ടും അദ്ദേഹം മദീനയിൽ വരുന്നുണ്ട്. ഇത്രയും ഞാനതിൻ്റെ ആ ഭാഗം നിർത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ 2 പേരും ഏകാഭിപ്രായക്കാരല്ല അറിവിൻ്റെ മേഖലയിൽ. 2 പേരുടെയും നിദാനം ഖുർആനും ഹദീസും തന്നെയാണ്. നബി ജീവിച്ച് വഫാത്തായ മണ്ണാണ് മദീന. അപ്പോൾ ഇമാം മാലിക് ബിൻ അനസ് എന്ന് പറഞ്ഞാൽ ഇമാമു ദാറുൽ ഹിജ്റ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. ആരുടെ മുഖത്ത് നോക്കിയും കാര്യം പറയും. അതിൽ ആളാരാന്ന് നോക്കൂല. അവരെന്താ അനുഭവിക്കേണ്ടി വരും എന്നവർ ഭയപ്പെടാറില്ല. പക്ഷേ ഈ 4 പേരും ഒരു കാരണവുമില്ലാതെ ശിക്ഷ അനുഭവിച്ച് ലോകത്തോട് യാത്ര പറഞ്ഞവരാണ്. കർമ്മശാസ്ത്രത്തിന് രൂപഭാവങ്ങൾ നൽകിയവർ, നമസ്കാരത്തിൻ്റെ കൃത്യമായ വലയമുണ്ടാക്കി അതിനകത്ത് ഒരാളെ നിർത്തിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിൽ അവർ ശ്രദ്ധിച്ചു. ബ്രഷ് ചെയ്യുന്ന, പല്ല് തേക്കുന്നത് മുതൽ നഖം മുറിക്കുന്നത് മുതൽ മുടിയും താടിയുമൊക്കെ ഡ്രസ്സ് ചെയ്യുന്നത് മുതൽ അതുപോലെ ഡ്രസ് കോഡുകളെ കുറിച്ച്, സ്വന്തം ജീവിതം, കുടുംബം, വ്യവഹാരങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, കൃഷി, കച്ചവടം, കൃഷി എങ്ങനെയൊക്കെ ഉൽപ്പാദിപ്പിക്കാം, ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യരാശി എന്തെല്ലാം ആവശ്യപ്പെടുന്നു ജീവിതത്തിൽ അത് മുഴുവനും ഓരോരുത്തരും പഠിക്കുകയാണ്. നമുക്കതിൻ്റെ വലിപ്പം മനസ്സിലാകണമെങ്കിൽ നമ്മളൊരു ലേഖനത്തിൽ വായിക്കുന്ന ഒരു ഇസ്ലാമിക ജീവിത രീതി ഒന്നും അല്ല ഇതിനകത്തുള്ളത്. എല്ലാം ഇപ്പം 2 ആൾ 2 അയൽവക്കത്തുണ്ട്, 5 സെന്റ് സ്ഥലം ചെയ്തുള്ളൂ, എങ്ങനെ അവർക്കൊരു കൃഷി ഡെവലപ്പ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇമാം ഷാഫിയുടെ മാത്രം ഫിഖ് നോക്കിയാൽ മതി. പക്ഷേ ഈ ഭിന്നത ഉണ്ടാകരുത് കേട്ടോ, നമുക്കതില്ലല്ലോ. അതിൻ്റെ സാന്ദർഭികമായിട്ട് പറഞ്ഞാൽ KM റോയി എഴുതിയ ഒരു ലേഖനമുണ്ട്, അരക്കെട്ടഴിഞ്ഞ കേരളം എന്നാണ് അതിൻ്റെ ഹെഡിങ്. മാതൃഭൂമിയിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ ചുറ്റുമതിൽ കെട്ടിയെന്ന് മാത്രമല്ല, ഗേറ്റ് എപ്പോഴും അടച്ചിടാൻ തുടങ്ങി, മുൻവശ വാതിൽ തുറക്കാതെയും വന്നു.
അപ്പോൾ മുൻവശത്തെ വാതിൽ തുറക്കാതെയും അതെപ്പോഴും അടഞ്ഞു കിടക്കും. ചുറ്റും നമുക്ക് വോളുണ്ടായി, മതിലുണ്ടായി, ഗേറ്റുമായി. അപ്പോൾ പിന്നെ നമ്മൾ അതിനകത്ത് സ്വകാര്യതയിലേക്ക് വന്നല്ലോ. അങ്ങനെ വന്നാൽ ഈ പറയുന്ന ഒരു നിയമവും ജീവിതത്തിൽ വരില്ല. ഏത് നിയമം ഉണ്ടാകണമെങ്കിലും വാതിൽ തുറന്ന് വെളിയിൽ വന്ന് മനുഷ്യരോടൊപ്പം കഴിയണം. അപ്പോഴാണ് ഈ നിയമങ്ങളൊക്കെ എത്ര അജയ്യമായിരുന്നു ഇസ്ലാം, എത്ര നിത്യപ്രസക്തമാണ് നിയമങ്ങൾ. അതിന് പാടുപെട്ടവരാണ് ഈ പറയുന്നവരൊക്കെ. അതിന് പണം ആഗ്രഹിച്ചില്ല, സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചില്ല, ഒരു പദവിയും അവർക്ക് വേണ്ട. ഇമാം ഷാഫിയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ വന്നയാളാണ് കർമ്മശാസ്ത്ര സരണിയിലെ ഇമാമുസുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന അഹ്മദ് ബിൻ ഹംബൽ. അഹ്മദ് ബിൻ ഹംബൽ അലൈഹിർ റഹ്മ. അദ്ദേഹം ഇമാം ഷാഫിയുടെ ശിഷ്യനാണ്. ലോകത്ത് ഇന്ന് അഹ്ലുസുന്നയുടെ അടിസ്ഥാന ഹദീദ് സമാഹാരം എന്ന നിലയിൽ ഏതാണ്ട് 10 ലക്ഷത്തോളം ഹദീദുകൾ സമാഹരിക്കാൻ കഴിവ് സിദ്ധിച്ചയാളാണ് അദ്ദേഹം. അദ്ദേഹം അതൊക്കെ എഴുതി. അദ്ദേഹത്തിനൊരു മുസ്നദുണ്ട്. അത് ഏതാണ്ട് 30-ലധികം വാള്യങ്ങളാണ്. അങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്തിന് ഇന്നും അവശേഷിപ്പിച്ചു. ഇമാം ഷാഫി എന്ന ഗുരുനാഥനോട് വളരെ അകലം പാലിച്ചയാളാണ്. എന്ന് പറഞ്ഞാൽ അഭിപ്രായത്തിലും തെളിവുകൾ കണ്ടെത്തുന്നതിലും നിയമനിർമ്മാണത്തിലും ഫിഖ്ഹി മസ്അലകളുടെ കാര്യത്തിലും ഇമാം ഷാഫിയോട് വിയോജിപ്പ് കാണിച്ചു. പക്ഷെ ആ വിയോജിപ്പ് കാണിച്ചപ്പോഴും അവർക്കിടയിലെ പാരസ്പര്യത നമ്മൾ പഠിക്കേണ്ടതാണ്. ഇത് വേണോ, ഇത് മാറ്റിയ കാര്യം. അപ്പോൾ അതാണ് അവർ തമ്മിലുള്ള ഒരടുപ്പം. ഇനി നമ്മൾ അതിൻ്റെ ഒരു പര്യവസാനത്തിൽ, ഇപ്പം കർമ്മശാസ്ത്ര സരണികളാണ് നമ്മുടെ വിഷയം. ആ സരണികളിലെ ആദ്യത്തെ 4 പേരെയാണ് ഇപ്പം മനസ്സിൽ ഓർക്കണത് കേട്ടോ. വേറെ ഒരുപാടുണ്ട്. സുഫിയാനുണ്ട്, സുഫിയാൻ തൗരി ഉണ്ട്, സുഫിയാൻ ഇബ്നു ഉയൈനയുണ്ട്, ഹമ്മാദുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അത്ര പരിചയമില്ല അവരൊന്നും. പക്ഷേ വായനയുള്ള ആളുകൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. ഈ 4 പേരും സംശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകൾ. കാരണം അള്ളാഹുവും അവൻ്റെ റസൂലും എന്താണോ കൽപ്പിച്ചത് അത് എത്രത്തോളം പ്രയോഗവൽക്കരിക്കാം, സ്വന്തമാക്കാം, അതാണല്ലോ ജീവിതത്തിലെ അർത്ഥം. നബിയുടെ ഒരു നിർദ്ദേശം ജീവിതത്തിൽ പകർത്തിയാൽ അത്രയും പുണ്യം. അത് എല്ലാവരും സമ്മതിച്ചൊരു മറുപടിയുണ്ട്. ഒരുപാട് ഫർളുകൾ ഒരാൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. ഫർളുകൾ ഇതൊന്നും വീണ്ടെടുക്കാൻ കഴിയില്ല. ഈ കഴിഞ്ഞ സമയം കഴിഞ്ഞു പോയല്ലോ. പിന്നെ അതിന് എത്ര മൂല്യവത്താണെങ്കിലും ഇന്നലെ നമുക്ക് ഇന്ന് ആകണമെന്ന് പറയാൻ കഴിയുമോ? അത് കഴിയില്ല. അപ്പോൾ പിന്നെ എന്താണൊരു വഴി എന്നിടത്താണ് നമുക്കൊരാശ്വാസം. ഈ സരണിയിൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. മീസാനിൽ നഷ്ടപ്പെട്ട ഒരുപാട് നിർബന്ധമായ പല കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ നമ്മൾ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും, അറിയാതെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും, ജീവിതത്തിൽ വിട്ടുപോയിട്ടുണ്ടാവും. അതൊന്നും ഫില്ല് ചെയ്യാൻ ഇനി കഴിയില്ല. പിന്നെ മഹ്ശറയിൽ നമ്മളുടെ നന്മ തിന്മകൾ പരിശോധിക്കുമ്പോൾ നന്മയുടെ ഭാഗം അത് തൂക്കമുണ്ടാകാൻ ഇനി അവന് ചെയ്യാവുന്നത് സ്വന്തമായി എത്രത്തോളം സുന്നത്തുകൾ അനുഷ്ഠിക്കാം എന്ന് പറഞ്ഞാൽ നബിയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യാം. ഒരാളെ കണ്ടാൽ ഒന്ന് ചിരിക്കുക. അതിൻ്റെ ഫലവും ഗുണവും നേട്ടവും പറഞ്ഞാൽ തീരില്ല. ഇന്നലെ ഞാനൊരു കണ്ണാശുപത്രിയിൽ പോയി. എത്ര നേരമാവും ഇങ്ങനെ ഇരിക്കണേ ഒരു സ്ഥലത്ത്. ഞാൻ വെറുതെ കൂടെ മുഖത്തേക്ക് നോക്കും, ചിരിക്കും. ഇയാൾ നേരെ നോക്കൂല, ചിരിക്കുകയില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ അയാളെ തട്ടിയിട്ട്, എവിടെയാ വീട്? ഞാൻ ഇവിടെ അടുത്താ. അല്ല, അടുത്തെന്ന് പറഞ്ഞാൽ എവിടെയാ? അപ്പം ഞാൻ ആദ്യം പരിചയപ്പെടുത്തി, ഞാൻ ഇന്ന സ്ഥലത്താണ്, ഇവിടുന്ന് 4 കിലോമീറ്ററുള്ള വീട്ടിലേക്ക്, ഇന്നതെന്നാണ് പേര്. അപ്പോൾ അത് പറഞ്ഞ് ഞാൻ നെടുവന്നൂരാണ്. ഓ, അപ്പോൾ തൊട്ട് മുൻപിൽ ഫാത്തിമ ഈ കേരള ഇരിക്കണേ. അപ്പം അയാൾ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഒന്ന് ചിരിക്കുകയോ ഒന്ന് മിണ്ടുകയോ ചെയ്യാൻ ആഗ്രഹമില്ല. അപ്പം നിങ്ങൾ എവിടെയാണ്? ഞാൻ അധികവും ഖത്തറിലായിരിക്കും, ഇവിടെ ഉണ്ട്, ഇഷ്ടിയാക്കളാണ്, ബിസിനസ്സാണ്. അനുജൻ എന്ന് വന്നേ ഉള്ളൂ. അവൻ ഞാൻ പറഞ്ഞു, അപ്പം അൽഫുർഖാൻ മസ്ജിദ് ഉണ്ട് തോട്ടുംപോത്ത്, അവിടെ
അങ്ങനെ പല പള്ളിയും പല സ്ഥലത്തും ഉണ്ടാവും. ഇപ്പൊ കഥ മനസ്സിലായല്ലോ നമുക്ക്. അനുജൻ ചിലപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവും. അവരെവിടെയാണ് പോണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അവർ തമ്മിലുള്ള ബന്ധവും നമുക്ക് തിരിഞ്ഞില്ലേ. ഇത് ചെറിയ ഒരു പഠനമൊന്നും അല്ല വിഷയം. വെറുതെ ഒന്ന് ചിരിക്കുക. മദ്ഹബിൻ്റെ ഇമാമുകൾ നന്മയായി പഠിപ്പിച്ച ഐക്യകണ്ഠേനയുള്ളൊരു വാക്കാണ് ഇപ്പം ഈ പറയണേ. അത് നബി നിർദ്ദേശിച്ചത് മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം നന്മകൾ അവനിൽ വന്നണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കാര്യമാണോ? വെറുതെ ചിരിച്ചാൽ മതി. മനുഷ്യരെ ആരെ കണ്ടാലും വേണ്ടില്ല. എന്നിട്ട് നമുക്ക് മിണ്ടണോ? അപ്പോൾ നമുക്ക് ചോദിക്കാമല്ലോ. അതിനാണല്ലോ ഒരു അഭിവാദ്യം ഉള്ളത്. അത് നമസ്തേ ആയാലും നമസ്കാരം ആയാലും ഗുഡ് മോർണിംഗ് ആയാലും എന്തെങ്കിലും ഒരു മണ്ണാങ്കട്ടയുണ്ടല്ലോ നമുക്ക് തുടങ്ങാൻ. അപ്പോൾ സലാമേ പറയുള്ളൂ, അറബിയിലേ ഉള്ളൂങ്കിൽ അറബിയിലായിക്കോ. അപ്പം അത് പറയുമ്പോൾ തിരിച്ചു പറയും. അപ്പോൾ ചോദിക്കും, വിശേഷം പങ്കിടും. അങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ ഒരു അടുപ്പം വരും. ഈ അടുപ്പമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരലോക നന്മ എന്ന് പറയുന്ന സാധനം. ഇതത്ര എളുപ്പമൊന്നുമല്ല. ഈ നാറാണത്ത് ഭ്രാന്തൻ മധുസൂദനൻ നായർ എഴുതിയപ്പോൾ എന്നെ ആകർഷിച്ച 4 വരികൾ അതിനകത്തുള്ള ഒരുപാടുണ്ട്. ഞങ്ങൾ ബാങ്ക്. അപ്പോൾ അതിലുള്ള ഒരു പദപ്രയോഗം, നമ്മളൊന്നാണെന്ന് പറയും, പരസ്പരം മുഖത്ത് തുപ്പും എന്നൊരു വാക്കുണ്ട് അതിനകത്ത്. കവിത വായിക്കുകയല്ല, ഏതാണ്ട് അതേ അവസ്ഥയാണ് മുസ്ലിം ലോകം. ഇത്ര ഭിന്നത അതെങ്ങനെ പെരുപ്പിച്ച് വർദ്ധിപ്പിച്ച് ആക്കാം എന്നതിൽ ഗവേഷണം നടത്തിയവരാണ് നമ്മുടെ പണ്ഡിതന്മാർ. എനിക്കറിഞ്ഞുകൂടാ ഇതെന്താണ്. ഞാൻ വെറുതെ ഇന്നലെ ഉണ്ടായൊരു അനുഭവം പറഞ്ഞാൽ, ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപാടുണ്ട് സംഭവങ്ങൾ. അങ്ങനെ തുടർച്ചയായിട്ട് പലതും ചോദിച്ചു അറിഞ്ഞു. അങ്ങനെ കുറേ സംസാരിച്ച് കഴിഞ്ഞിട്ടും അങ്ങനെ പോകാൻ നേരത്തൊന്നും മിണ്ടിയില്ല, ചിരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഉമ്മാനെ കൊണ്ടെന്നാണ്. അവർക്ക് അത്ര ഓർമ്മയൊന്നുമില്ല. പേര് പറയുക എല്ലാവരുടെയും. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ അഭിപ്രായാന്തരങ്ങളുടെ പേരിൽ അകൽച്ച ഉണ്ടാകരുതെന്ന് കൽപ്പിച്ചവരാണ് ഈ 4 മദ്ഹബിൻ്റെ ഇമാമുകളും. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ആരെയും നിങ്ങൾക്ക് തുടരാം. ആരെയും നിങ്ങൾക്ക് നമസ്കാരത്തിൽ തുടരാം. അത് ഏത് അവസ്ഥയിലും തുടരാം. റുക്കൂയിലാണേലും തുടരാം, സുജൂദിലാണേലും തുടരാം, അത്തഹിയ്യാത്തിലും തുടരാം. ആളെ നോക്കണ്ട. നിങ്ങൾക്ക് ആ തുടർച്ചയുടെ ജമാഅത്തിൻ്റെ കൂലി കിട്ടും. ഒരഭിപ്രായ വ്യത്യാസവും അവർക്കിടയിലില്ല. പിന്നെ നമ്മൾ തെക്കോട്ടുള്ള ഒരു തൊപ്പിപ്പാളെന്നും വടക്കോട്ടുള്ള ഒരു പാളത്തൊപ്പി എന്നും പറയും. രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ ഗവേഷണം നടത്തണം. ഇമാമുൽ ആലം അധികവും വാജിബ് എന്നാണ് ഉപയോഗിക്കുക. ഷാഫി മദ്ഹബിൽ ഫർള് എന്നാണ് ഉപയോഗിക്കുന്നത്. രണ്ടിൻ്റെ അർത്ഥം ഒന്നാണ്. 2 പദത്തിൽ വന്ന മാറ്റാണ് ഇപ്പോൾ ഈ പറയണത്. അതുകൊണ്ടാണ് അദ്ദേഹം നമസ്കാരത്തിന് 9 ഫർള്, ഷാഫി മദ്ഹബിൽ 14ആയി. 13 എണ്ണി അവസാനം ഇത് കർമ്മമാണെന്ന് പറഞ്ഞ് 14. ഇതിന് ഫർളെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ ചെറിയ കാര്യം പറഞ്ഞാണ്. ഉദുവിൻ്റെ ഫർള് 6, ഇമാമുൽ ആലം 4. 4 ഉള്ളൂ ഉദുവിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ അറിയും തോറും ബഹുമാനം വർദ്ധിച്ചു വരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള. പിന്നെ അഭിപ്രായം, ഈ അഭിപ്രായം തനിക്കില്ലല്ലോ, പക്ഷെ അദ്ദേഹത്തെ ഖണ്ഡിക്കാൻ പാടില്ല. ഒരു ഉസ്താദിനെയും നിർദാക്ഷിണ്യം തിരസ്കരിക്കാൻ പാടില്ല, ആക്ഷേപിക്കാനും പാടില്ല. ഇത് ഒരുമിച്ച് നടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ എന്താ പിന്നെ നടക്കണത്? ആക്ഷേപം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വെറുതെ കേരള ചരിത്രത്തിലൊന്ന് ഓടിച്ചു നോക്കുക, കണ്ണോടിച്ചു നോക്കുക. അപ്പോൾ വർത്തമാനകാലം വരെ അത് ഉസ്താദെന്നൊന്നും വിഷയമല്ല. അത് എത്ര വലിയ വയോവൃദ്ധരാണെങ്കിലും അതാണ് ഇപ്പം നമ്മുടെയൊക്കെ അവസ്ഥ. നമുക്കും അത് ഇഷ്ടമാണ്. ആരെ എത്രയധികം ഭത്സിക്കുന്നുവോ അതിൽ പ്രാവീണ്യം നേടിയവരുടെ പിന്നാലെ നമ്മൾ നടക്കും. തരക്കേടില്ല, അങ്ങനെ തന്നെ വേണം. എന്നിട്ട് അവന് നമ്മൾ പ്രചോദനം നൽകുകയാണേ. ഇതാണ് അവസ്ഥ. ഇനി ഇവരുടെ എല്ലാം സമ്പത്ത്, സ്ഥാനം, അതിൻ്റെ പദവി, ഇതൊന്നും ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ജയിലിൽ പോയി.
ഇസ്ലാമിൻ്റെ ജയിലാണ് കേട്ടോ. ഒരു 2008 മറ്റാവും തോന്നുന്നു. മർഹൂം KT എന്നാ പേരിൽ അറിയപ്പെടും. എറണാകുളത്ത് മദീന മസ്ജിദിലെ ഖത്തീബായിരുന്നു അദ്ദേഹം. എൻ്റെ നല്ലൊരു സുഹൃത്തുമായിരുന്നു. അദ്ദേഹം സൂറത്തുൽ ബയ്യനയുടെ വിശദീകരണം ഒരു വെള്ളിയാഴ്ച നടത്തി. അന്ന് ഈ 4 മഹത്തുക്കളെയും പ്രതിപാദിച്ചിട്ടുണ്ട്. 4 പേരും ജയിലിൽ. അതിൽ ഇമാമുൽ ആലം എന്താ ചെയ്തേ? അതൊരു മുസ്ലിം ഇസ്ലാമിക് സ്റ്റേറ്റാണ്. അപ്പം അന്ന് ലോകം മുഴുവനും ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലാണ്. അബ്ബാസി ഭരണകൂടമാണ്. അവരാണ് അമീറുൽ മുഅ്മിനീൻ. അപ്പോൾ അവർ ഈ അഖില ലോകത്തോടെയും കൂടിയാണ്. കാരണം ഏതെങ്കിലും ഒരു സൗദി അറേബ്യയോ ബഹ്റൈനോ ഖത്തറോ കുവൈത്തോ മാത്രമല്ല ഇപ്പം ഈ പറയണത്. ചുരുങ്ങിയതൊരു 62 രാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള കാളി പദവി, ചീഫ് ജസ്റ്റിസിൻ്റെ പദവി നിങ്ങൾ വഹിക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരാരാന്നപ്പോൾ മനസ്സിലാവും. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കീഴിൽ ഏതായാലും ഞാൻ ജോലി ചെയ്യില്ലെന്ന്. അപ്പോൾ അഭിപ്രായം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ ജയിലിലടച്ചു, വീട്ടുതടങ്കൽ, ജയിലായി, കൊടിയ മർദ്ദനവും പീഡനവും, ജയിലിൽ കിടന്നു മരിച്ചു. നിങ്ങളൊന്ന് ആലോചിക്കാൻ പറഞ്ഞാണ് കേട്ടോ. ഇവരെന്തെങ്കിലും കുറ്റം ചെയ്തോ? ഒരു കുറ്റവും ചെയ്തില്ല. എനിക്കത് വഹിക്കാൻ കഴിയില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ടു. ഈ 2 കൈയും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യുമല്ലോ, തിരിച്ചു വരാൻ പറ്റില്ല. നമുക്ക് ഇത്രയല്ലേ കഴിയുള്ളൂ, ഇങ്ങനെയല്ലേ പറ്റുള്ളൂ. ഇത് നേർക്ക് നേരെ 2 തോളും പിടിച്ചിട്ട് വട്ടം കറക്കി. അപ്പം ഈ 2 കൈയും എന്തായി? പ്രവർത്തനക്ഷമമല്ലാതെ വന്നു, തളർന്നുപോയി. അപ്പോൾ അദ്ദേഹം പിന്നീട് ആൾക്കാർ നമ്മളൊക്കെ പറയും മാലിക് മദ്ഹബുകാർ കൈ കെട്ടൂല, ഈ 2 കൈയും അനങ്ങിയിട്ടുണ്ടല്ലോ, കൈ പൊക്കിയിട്ട് അല്ലാഹു അക്ബർ പറയാൻ. അതുപോലും നമ്മൾ മനസ്സിലാക്കിയില്ല. നമ്മൾ ആക്ഷേപമായിട്ടാണ് പറയണ മാലിക്കുകൾ കൈ കെട്ടൂല എന്ന്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൈ പിന്നെ മരിക്കുന്നവരെ ചലിച്ചില്ല. ഇമാമുസുന്നയുമായി വന്നപ്പോൾ ഖുർആനാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുർആൻ അള്ളാഹുവിൻ്റെ വചനം, മുഅ്ജിസത്തുകളുണ്ട്. അതിൻ്റെ ലഫ്ളും അതെ, മഅനയും അതെ. അതാണ് അഹ്ലുസുന്നയുടെ അഖീദ. അതാണ് നമ്മുടെ അഖീദ. അങ്ങനെയാണ്. അത് പറ്റൂല, ഖുർആൻ മാത്രമേ ഉള്ളൂ എന്നായി. അപ്പോൾ അതിൻ്റെ പേരിൽ ജയിലിലിട്ടു. മരിക്കുന്നത് വരെ. എന്ത് കുറ്റം ചെയ്താ? അതിലൊക്കെ എത്ര ഭേദം നമ്മുടെ രാജ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഇത് അമീറുൽ മുഅ്മിനീൻ ഭരണം നടത്തുകയാണ്. അബ്ബാസി ഖലീഫമാർ. ഇമാം ഷാഫി അലൈഹി റഹ്മയെ ഡമസ്കസിൽ നിന്ന് ശരീരം മുഴുവനും കരി വാരി തേച്ചു. വിവിധ ഹോളി ഉണ്ടായിട്ടൊന്നും അല്ല, വിവിധ കളറൊക്കെ അടിച്ച് വീറുതാക്കി. കയ്യാമം വച്ചിട്ട് ഈജിപ്തിലെ മിസ്ർ വരെയും നടത്തിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരെന്തെങ്കിലും ഒരു ഇതിപ്പോൾ ഇമാം എന്താ അതിന് പറയുക, മർഹൂം സയ്യിദ് ഖുത്ബ് അദ്ദേഹം തൂക്കിലേറ്റപ്പെടുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ പറഞ്ഞപ്പോൾ വസ്സമായി ദാത്തിൽ ബുറൂജ്, സൂറത്തുൽ ബുറൂജിന് മാത്രം അദ്ദേഹം ഒരു വിവരണം എഴുതിയിട്ടുണ്ട്. അതിലൊരു ആയത്താണ് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സ്തുതിയർഹനും പ്രതാപവാനുമായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ വേറൊരു അപരാധവും അവരെക്കുറിച്ച് പറയാനില്ല. ഇത് അപരാധമാണെങ്കിൽ ഇതാണ് അത് വലിയ ചെയ്ത അപരാധം. നിങ്ങളൊന്ന് വായിക്കേണ്ടതാണ് കേട്ടോ. അത് നമ്മൾ തന്നെ എഴുന്നേറ്റ് പോകും അത് വായിച്ചു വരുമ്പോൾ. അങ്ങനെ ഇരുന്ന് വായിക്കാൻ കഴിഞ്ഞുള്ളൂന്നില്ല. അത് അത്രയും എന്നെ ആകർഷിച്ചൊരു വരികളാണത്. നമുക്ക് ആ സൂറത്ത് കാണാൻ അറിയാം, പക്ഷെ അദ്ദേഹം അത് വിവരിച്ചപ്പോഴാണ് ഇത്രയധികം മനുഷ്യകുലത്തെ സ്വാധീനിച്ചോ ഈ ആയത്ത്. അത് ഒരു കാരണമായി കണ്ടു. അത് വഴിയടയാളങ്ങൾ മറ്റൊരു കാരണമാണ്. അൽ മആലിമ ഫിത്തരീഖ്, നമ്മളത് പറയുകയല്ല. അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാ? അദ്ദേഹം അതുപോലെ 105 പേര് അവർ ജീവിച്ചിരുന്നാൽ ഈ ഭിന്നത ഉണ്ടാകലല്ല, ഭിന്നമായ അറിവുകളെ സംയോജിപ്പിക്കുവാനുള്ള ശ്രമം നടക്കുന്നു എന്നതാണ്.
ഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്, അറിവുകളുണ്ട്, മസാലകളുണ്ട്, പക്ഷെ അതൊന്നാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഇതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഭാഗം. ഇമാം ഷാഫി അലൈഹി റഹ്മയുടെ പ്രഥമ ശിഷ്യൻ അല്ലെങ്കിൽ വലിയ ഗുരു, വലിയ പണ്ഡിതനാണ് ഇമാം മുഹിയുദ്ദീനുൻ നവവി. അദ്ദേഹം ഷെയ്ഖുന എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പം ഈ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റുകളാണല്ല, ഈ കാലത്തുള്ള എല്ലാ ഷെയ്ഖുനകളും. ഇതാണ് ഷെയ്ഖുന. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞാൽ അതാണ് ഇന്നും ലോകമെമ്പാടും കോടതികളിൽ തെളിവ്. അതാണ് അതിൻ്റെ അന്തിമ വാക്കാണത്. അപ്പൊ ഇമാം നവവി അലൈഹി റഹ്മയും ഇമാം ഷാഫിയും തമ്മിൽ ഏതാണ്ട് 100-ലധികം അഭിപ്രായ വ്യത്യാസം, 100-ലധികം. പക്ഷേ അദ്ദേഹത്തെ ഒരിക്കലും ഇമാം ഷാഫി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഖണ്ഡിക്കുന്നവര് മാറ്റി നിർത്തുകയോ അകറ്റി നിർത്തുകയോ ചെയ്യാൻ ശ്രമിച്ചില്ല. അതിനൊരു കാരണം, ഇങ്ങനെ പലരും സഹാബികൾ സിദ്ദീഖുൽ അക്ബറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആദ്യത്തെ അമീറുൽ മുഅ്മിനീൻ ഖലീഫ, ചോദിച്ച ചോദ്യം അത് വളരെ വലുതാണ്. ഖലീഫ അബൂബക്കറാണോ അതല്ല ഇപ്പോൾ ഉമറാണോ? അപ്പോൾ നമുക്ക് അതിൻ്റെ വിഷയം മനസ്സിലായില്ലേ? ഉമറിൻ്റെ ഇടപെടൽ എത്രത്തോളം ഉണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിലും നിയമനിർമ്മാണത്തിലും സാമൂഹിക കാര്യങ്ങളുടെ നിയമ കാര്യങ്ങളിലൊക്കെയുള്ള കാര്യം. അപ്പോൾ അബൂബക്കർ അതിന് പറഞ്ഞ മറുപടി പറയാൻ മുസ്ലിംകൾ പഠിച്ചാൽ മതി. വേണമെങ്കിൽ അബൂബക്കറിനോട് പറയില്ല, അങ്ങനെ പറഞ്ഞു എങ്കിൽ അവനെ 2 മാസത്തേക്ക് വീട്ടുകടകളിലിടാൻ പറയാമല്ലോ ഇന്നത്തെ വ്യവസ്ഥ അനുസരിച്ച്. പക്ഷെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖലീഫ ഞാനാണ്, അനുസരണം ഉമറിനാണ്. ആ വാക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊന്നും പറയാനുള്ള യോഗ്യതയില്ലാത്ത കാലത്താണ്. ഖലീഫ ഞാൻ തന്നെയാണ്, പക്ഷെ അനുസരണം ഉമറിനാണ് നിങ്ങൾ നൽകേണ്ടത്. രണ്ടുപേരും എത്രത്തോളം ഉയർന്നു എന്നതാണ്. ഈ ഉയർച്ചയാണ് മഹത്തുക്കളും സച്ചരിതരും അപാര പണ്ഡിതന്മാരുമായ മദ്ഹബിൻ്റെ ഇമാമുകൾക്കിടയിൽ നിലനിന്നിരുന്നത് എന്ന് അവരുടെ ജീവചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ വളരെ അടുപ്പമാണ് ഉണ്ടാവുക. അങ്ങനെ കൂടുതൽ അറിയാനും പഠിക്കാനും ചർച്ച ചെയ്യാനും അവരെ മനസ്സിലാക്കാനുമുള്ള ത്വര വർദ്ധിക്കും. ആ ജിജ്ഞാസയാണ് മുസ്ലിംകളിൽ വിജ്ഞാനം വർദ്ധിപ്പിക്കുക. എന്തായാലും അറിവുകൾ നമ്മുടെ മനസ്സിൽ വെളിച്ചം പകരും. മനസ്സ് പ്രകാശിതമായാൽ നമുക്ക് ജീവിക്കാൻ കഴിയും. മനസ്സ് പ്രകാശമായാൽ മതി. മനഃശാസ്ത്രജ്ഞന്മാരുടെ അവസാനത്തെ വാക്ക്, എന്തുകൊണ്ടൊരാൾ ആത്മഹത്യ ചെയ്യുന്നു, മരണം തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അയാളുടെ മനസ്സിൽ വെളിച്ചം നഷ്ടപ്പെട്ടതുകൊണ്ടാണെന്നാണ്. ഏറ്റവും അവസാനം പറഞ്ഞാട്ടെ ഞാനിത്. അപ്പോൾ മനസ്സിൽ വെളിച്ചം ഇങ്ങനെ പ്രകാശിതമായി പ്രശോഭിതമായി നിത്യേന നിൽക്കണമെങ്കിൽ അറിവുകൾ ഉണ്ടാകണം. ഈ അറിവുകൾ പരന്നു കിടക്കുന്ന ഈ ലോകത്താണ്, ഈ മഹാപ്രപഞ്ചത്തിലാണ്. അതിന് നമ്മൾ പഠിച്ചാൽ മതി, വായിച്ചാൽ മതി, കേട്ടാൽ മതി. ആ കേൾക്കാനുള്ളൊരു സഹിഷ്ണുത, മേടിച്ച് വായിക്കാൻ, അതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മുസ്ലിംകൾ അങ്ങനെ എല്ലാവരുടെയും ഒക്കെ പുസ്തകം മേടിക്കും വായിക്കുമെന്ന്? ബഷീർ വൈക്കത്ത് ഈ ചെറിയ പുസ്തകങ്ങളൊക്കെ ഈ പെട്ടിയിൽ കൊണ്ടുവന്നിട്ട് തിണ്ണയിലിരുന്ന് വിൽക്കണവൻ്റെ അടുത്ത് വന്നിരുന്ന് വായിച്ച കഥ പറഞ്ഞിട്ടാണ് എഴുത്താരംഭിക്കുന്നത്. അപ്പം അദ്ദേഹം അന്നെടുത്ത തീരുമാനമാണ് മുസ്ലിംകൾക്ക് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി എഴുതണമെന്ന്. ഇതിപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാം നിറങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുസ്തകം തിരഞ്ഞെടുക്കുക. അത് നമ്മുടെ ആളല്ല, അത് വീട്ടിലത് വയ്ക്കേണ്ട, അതെന്തിനാ ഇവിടെ വച്ചേ? ഇതാണ് വിഷയം. പള്ളികളിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ശിഥിലമാകുന്ന കുടുംബബന്ധങ്ങൾ എന്ന് പറഞ്ഞൊരു പ്രസംഗം പള്ളുരുത്തി വെളി മൈതാനിയിൽ നടത്തിയ ഒരു കാലത്ത്, ഒരു 10-35 കൊല്ലം മുമ്പാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ ആവറേജ് ഒരു 1000-1500 പേര് കാറ്റുകൊള്ളാൻ വന്നിരിക്കും, എല്ലാ ജാതി മതസ്ഥരും വൈകുന്നേരം ആയാലും. അപ്പോൾ അവിടെ ആരെയും നമ്മൾ ഉണ്ടാക്കണ്ട. അപ്പോൾ ഒരു സാമൂഹിക വിഷയമാണല്ലോ ശിഥിലമാകുന്ന കുടുംബബന്ധം. ഇന്നാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു എത്രയോ വ്യത്യസ്തമായി അവതരിപ്പിക്കാൻ കഴിയും, ഈ കാലത്തിൻ്റെ ആവശ്യം അനുസരിച്ച്, അറിവനുസരിച്ച്. അന്ന് നമുക്ക് അത്രയും വിവരമൊന്നുമില്ല.
അത് ചുരുങ്ങിയതൊരു ലക്ഷക്കണക്കിന് കോപ്പി അന്ന് ആ കാസറ്റ് ലോകം മുഴുവനും മലയാളികൾ മേടിച്ചതും കൊണ്ടുപോയതും കേട്ടതും. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ വിദേശ രാജ്യത്ത് കാസറ്റുകളും നമ്മുടെ പുസ്തകമൊക്കെ ഉണ്ട്. പിറ്റത്തെ കൊല്ലം ഞാൻ ചെന്നപ്പോൾ അതൊന്നും അവിടെ ഇല്ല. ഇതൊക്കെ അനുഭവമാണ് ഈ പറഞ്ഞത്. നമ്മൾ ഈ കർമ്മശാസ്ത്ര സൂരികളെ ആദരപൂർവം കാണുന്നത് അവർക്കിടയിൽ അവർ വളർത്തിക്കൊണ്ടുവന്ന ഒരു ഇസ്ലാമിക ഒരു ബന്ധമുണ്ട്. അതൊരു വല്ലാത്ത ബന്ധം, ഹൃദയബന്ധം. അവരുടെ ബഹുമാനമാണ് അതിലേറ്റവും വലുത്. ഭിന്നാഭിപ്രായങ്ങളെ കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. ഇമാം ബുഖാരി പറയുന്നുണ്ടല്ലോ, മുഹമ്മദ് ബിൻ ഇസ്ഹാഖിനെ കുറിച്ച് ഞാൻ കഅബയുടെ റുക്കിനിൻ്റെയും വാതിലിൻ്റെയും ഇടയിൽ, ഏറ്റവും വലിയ സ്ഥലമുണ്ടോ മുൽത്തസം, അവിടെ ഞാൻ പിടിച്ച് സത്യം ചെയ്യുന്നു, അയാൾ വഴിവഴിച്ചവരാണ്, ദജ്ജാലാണ് എന്ന് പറയും. ഇമാമുൽ ഹദീസ് ദാറഖുത്നി അലൈഹി റഹ്മ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, അദ്ദേഹം വളരെ ശരിയായ മനുഷ്യനാകുന്നു, ഇതിനേക്കാൾ വലിയ ഭിന്നത പറയലുണ്ടോ? ഇങ്ങനെയുള്ളവർ പരസ്പരം, ഇമാം ബുഖാരിയെ നിരൂപണം നടത്തിയ ആളാണ് ഈ ദാറഖുത്നി. 105 ഹദീസുകളെ അദ്ദേഹം നിശിതമായ വിമർശനത്തിന് വിധേയമാക്കി. അതിൻ്റെ പേരിൽ ആരും ഇമാമുൽ ഹദീസ് ദാറഖുത്നി ഹദീസ് നിഷേധിയാണെന്ന് മുസ്ലിം ലോകത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ വായിച്ചാലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ഫതഹുൽ ബാരിയുടെ 1-ാം വാള്യം വായിച്ചാൽ മനസ്സിലാവും. ബുഖാരിയുടെ ഷറഹാണ്, ഒരുപാട് ഷറഹുകളുണ്ട്, അതിലൊരെണ്ണാണിത്. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക് ഉമറിനെ തന്നോടൊപ്പം ഉയർത്താൻ മാത്രമല്ല, അദ്ദേഹത്തെ തൻ്റെ സമമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവിടെ നിന്ന് ശ്രമിച്ചു. ഇനി ഒരു വാക്കുകൂടി പറഞ്ഞാലേ തീരുള്ളൂ. നബി ചോദിച്ചു, എന്താ ഇന്ന് നിങ്ങൾ നോമ്പ് പിടിക്കണം? അത് ഞങ്ങൾ മൂസാ നബി അലൈഹിസ്സലാം, ഞങ്ങളുടെ നബിയാണത്. അന്നും അങ്ങനെയായിരുന്നു. വയലാറ് ജനിക്കുന്നതിന് മുമ്പ് വരെയും ഈ ദൈവത്തെ വിഭജിച്ചതും പ്രവാചകരെ വിഭജിച്ചതും ഒക്കെ ഉണ്ട്. നബിയുടെ കാലത്തും ഉണ്ട് ഇത്. അപ്പം ഞങ്ങളുടെ നബിയെ അള്ളാഹു രക്ഷിച്ചു. എവിടെന്ന്? അത് ഫിർഔനിൽ നിന്നാണ് രക്ഷിച്ചത്, ഫറോവയിൽ. അതിൽ ഒരു നന്ദിയാണ് ഞങ്ങളുടെ നന്ദി സൂചകം ഈ നോമ്പ്. അപ്പം നബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും അതിനർഹനാണല്ലോ നിങ്ങളെക്കാൾ. ഇതിപ്പോൾ ഒരു ആചാരം അങ്ങനെ തന്നെ സ്വീകരിക്കുകയാണ്. നിങ്ങളത് ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യൂല എന്നല്ല, ഞങ്ങളത് ചെയ്യൂന്ന്. അതാണ് വിഷയം. അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തു. അതാണ് ആഷൂറ നോമ്പ്. മുഹറം 10. മുഹറം 10 മുസ്ലിം ലോകത്തിന് ഒന്നടങ്കം ഒരുപോലെ ആഘോഷമാണ്. അവരുടെ ആഘോഷത്തിന് വ്യത്യസ്ത രൂപങ്ങളുണ്ടാവും. അത് ഓരോ രാജ്യത്തും അങ്ങനെയാണ്. അതുകൊണ്ട് കർമ്മശാസ്ത്ര സരണികളുടെ ഒരാമുഖമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഒരുപാട് പറയാനും പഠിക്കാനും ഉണ്ട്. നന്നായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. നമ്മുടെ മനസ്സ് വിശാലമാകും, വികസിതമാകും. അപ്പോൾ തന്നെ നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയും. ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നാൽ അങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. എന്താണ് നബിക്ക് ശത്രുക്കളില്ലാതിരുന്നത്? നബിക്ക് അങ്ങോട്ട് ശത്രുത കാണിച്ചിട്ടില്ല നബി. അതാണ് വിഷയം. എല്ലാവരും എല്ലാ ശത്രുക്കളാണ് ഒരു ഭാഗത്ത്. പക്ഷെ റസൂലുള്ളാഹിക്ക് ആരും ശത്രുവല്ല. അത് അദബുൽ മുഫ്രദിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. കാരണം നബി ലോകത്തിൻ്റെ അപ്പുറം നബിയുടെ മനസ്സ് വളർന്നു കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും ഉൾക്കൊള്ളാൻ എളുപ്പമായില്ലേ? അലം നശ്റഹ് ലക സദ്റക്. നമുക്ക് അതിൻ്റെ പോലും അർത്ഥം അറിയില്ല കേട്ടോ. അലം നശ്റഹ് ലക സദ്റക്. അവ നബിക്ക് എല്ലാവരും ഒരുപോലെയായി, എല്ലാവരെയും അംഗീകരിക്കാൻ കഴിഞ്ഞു. അതാണ് അതിൻ്റെ ആ അറിവിൻ്റെ വിശാലത. അത്തരം ഒരു അറിവിലേക്ക് വരാൻ നമ്മുടെ ഈ ചെറിയൊരു സമയം നാം ചെലവഴിച്ചത് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, കുടുംബാദികൾ, അള്ളാഹു അവരെ തൃപ്തിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.